ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ആതിരയാണ്. അപ്പോൾ ആതിര ജർമ്മനിയിൽ ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് നാട്ടിലുള്ളവർക്ക് ഒരു കൺസേൺ ഉണ്ട്. അതായത് നമ്മുടെ ഏജ് ഇപ്പം നമുക്കിപ്പോൾ 30 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനി വന്നിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും, അതും പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടുമോ, അഡ്മിഷൻ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആതിര. അപ്പോൾ ആതിര ഇപ്പം ജർമ്മനിയിലുണ്ട്. ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് അഡ്മിഷൻ ഞങ്ങൾ ത്രൂ അഡ്മിഷൻ കിട്ടി വന്ന സ്റ്റുഡൻ്റാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ ആതിരയോട് ചോദിച്ചറിയാം. ഹായ് ആതിര, വെൽക്കം ടു ജർമ്മനി. താങ്ക് യു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൈ ഹോക്കിലൂടെയുള്ള ജേണി? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് ഏജൻസീസ് കുറേ നോക്കിയിട്ട് അവസാനം കിട്ടിയ ഏജൻസിയാണ് സ്കൈ ഹോക്ക്. എനിക്ക് തോന്നുന്നു ഇത്രയും എളുപ്പത്തിൽ ഒരു കൺട്രിയിലേക്ക് വരാൻ പറ്റുന്ന എനിക്ക് ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ UK നോക്കി തുടങ്ങിയതാണ്. അവിടെയൊക്കെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഇത് ഇത്രയും സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ഫാമിലിയുടെ കൂടെ ഇങ്ങോട്ട് വന്നോണ്ടാണ് തോന്നുന്നത്. ബിക്കോസ് ശരണാണ് എൻ്റെ റീസൺ. എൻ്റെ ഒരു പ്രധാനക്കൂട്ടാണ് ശരൺ. എനിക്ക് കേട്ടത് സന്തോഷം. വളരെ സന്തോഷവതിയാണ്. വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്കാർക്കൊന്നും ഇതിന് പറഞ്ഞു പറയിക്കുന്നതാണ്. ഇല്ല, നമുക്ക് എന്നാ പറയണേ, ശരിക്കും എനിക്കൊരു ബ്രദറായിട്ടാണ് ചേച്ചിന്ന് മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. അതിനാന്ന് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതാണ്. ഞങ്ങൾ ഈ കൺസൾട്ടൻസിയിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ത്രൂ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മളൊരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. എനിക്ക് എപ്പോഴും ഞങ്ങളൊരു വിജയത്തിന്റെ രഹസ്യം അത് തന്നെയാണ്. ഫസ്റ്റ് ഡേ തൊട്ട് ബ്രദർ ആൻഡ് സിസ്റ്റർ ഫീലാണ് ഇപ്പോഴും. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ബാക്കി? അതായത് ഇപ്പം പ്രോസസിങ് നമുക്ക് 3 അഡ്മിഷൻ 3-4 ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 4 ഓഫർ ലെറ്റേഴ്സ് സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് ആതിര ചേച്ചി ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി TU ഡ്രെസ്ഡൻ ആണ്. അവിടെ നിന്ന് 2 ഓഫർ ലെറ്റർ TU ഡ്രെസ്ഡനിൽ തന്നെ 2 ഓഫർ ലെറ്റേഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവരും ചോദിക്കും ഏജ് ഇപ്പം നമുക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ ജർമ്മനി പഠിക്കാൻ പറ്റും എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. 34 വയസ്സുണ്ട്, 2 കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്. ഞാൻ MSc അവിടെ ചെയ്ത് B.Ed ചെയ്ത് 5 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ജർമ്മനിയിൽ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആളാണ് ആതിര. അപ്പം നമ്മളിതിൻ്റെ അടുത്തിൻ്റെ പ്രോസസ്സിൽ നമ്മളിതിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതായത് ഫാമിലി ആയിട്ട് വരാൻ പറ്റും, ഫാമിലി ആയിട്ട് വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കൺട്രിയാണ് ജർമ്മനി. ഇപ്പം നമുക്ക് എക്കണോമി കുറച്ച് മോശമാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം, നമ്മൾ വാർത്തയിൽ കാണുന്ന പോലെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലാംഗ്വേജ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലിയിലോട്ട് എത്താനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ ജെന്യുവിനായിട്ടുള്ള ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ആതിരയുടെ ലക്ഷ്യവും അത് തന്നെയാണ്, ഒരു ജോലിയിലോട്ട് കയറാൻ തുടങ്ങി. അപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം നിലവിൽ 8 ദിവസമായി, ഒരു 5 ദിവസമായി. ഞാൻ April 5 എത്തി. ഇന്ന് ഒരു 5 ദിവസത്തോളം ആയിട്ടുണ്ട് ഇന്ന് എത്തിയിട്ട്. അതെ, വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ എന്നെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് തന്നു. കൂടെയുള്ള കുട്ടികൾ പറയണു അവരുടെ ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് സെറ്റായി. ഇപ്പൊ എല്ലാ കാര്യവും അവർക്കുള്ള അക്കോമഡേഷൻ ആവട്ടെ, രജിസ്ട്രേഷൻ, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ A to Z പ്രോസസ്സിക്ക് ത്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നാളെ തൊട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ ഇപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോഴായാലും ഇപ്പോൾ ഞാൻ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് എനിക്കറിയാമെന്നുണ്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളിപ്പോൾ 5 വർഷമായിട്ട് ജർമ്മനി ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു വേ എങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെയാണ് ഞങ്ങളും ഗൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ. അപ്പം ആതിരയുടെ നിങ്ങൾ ഗൈഡ് ചെയ്യുമ്പോൾ അതുപോലെയാണ്. അതായത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് പോകുന്നത് ഫ്യൂച്ചർ. പിന്നെ എന്താണ് പറയാനുള്ളത് പറ്റി? അപ്പം നാട്ടിൽ നിന്ന് വന്നതിന്റെ വിഷമമുണ്ട്. നാട്ടിൽ നിന്ന് വന്നിട്ട് വിഷമമുണ്ട്, പക്ഷെ എനിക്കെന്റെ ബ്രദർ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിന് ഞാൻ എന്ത് വന്നാലും നമുക്ക് ശരണ്ടെ അടുത്ത് നിന്ന് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി എന്ന് പറയുന്ന സാധനം ഇതുവരെ വന്നിട്ടില്ല. ഒരു കാര്യത്തിനും പേടി വന്നിട്ടില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ചേട്ടനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടനോടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്നുള്ളത് ഇരിക്കുന്നത്. ഞാനും ചേട്ടനും സംസാരിക്കുമ്പോൾ അതുപോലെയാണ് കാര്യം. ചേട്ടൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ചേട്ടൻ ഇവിടെ വന്നിട്ട് ജോബ് കിട്ടാൻ നല്ല സാധ്യത ഉള്ള ഒരു പ്രൊഫൈലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് കൺട്രിയാണ് ജർമ്മനി. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതിലോട്ട് എത്തിപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർട്ടൻ പാത്തിലൂടെ പോകണം. ആ പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
ഓക്കെ, അപ്പം ഇനി വരാനുള്ളൊരു ഒറ്റ കോള് മതി. ശരണമായിട്ട് ഒറ്റ കോൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഏജൻസി നോക്കില്ല. ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ പോരാ. താങ്ക് യു ഞങ്ങൾക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നീട് ആതിരയിൽ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ജർമ്മനിയെ പറ്റിയുള്ള ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ വണ്ടർഫുൾ ലൈഫ്.